നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 697th day. Today 16th sloka of Pradhama Skanda 6th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 697 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. തസ്മിൻ നിർമ്മജനുജേരണ്യേ പിപ്പലോപസ്ഥ ആശ്രിത ആത്മസ്ത്വം ആത്മനാത്മാനമാത്മസ്ത്വം യഥാശ്രുതമചിന്തയം. ഓം തത്സത്. തസ്മിൻ നിർമ്മനുജേരണ്യേ പിപ്പലോപസ്ഥ ആശ്രിത ആത്മാനാത്മാനമാത്മസ്ത്വം യഥാശ്രുതമചിന്തയം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തസ്മിൻ അരണ്യേ നിർമ്മനുജേ. തസ്മിൻ അരണ്യേ തസ്മിൻ നിർമ്മനുജേ അരണ്യേ തസ്മിൻ അരണ്യേ നിർമ്മനുജേ പിപ്പലോപസ്ഥ ആശ്രിത ആത്മസ്ത്വം ആത്മാനം ആത്മസ്ത്വം യഥാശ്രുതം അചിന്തയം. അതായത് നിർമ്മനുജേ മനുഷ്യനില്ലാത്ത, തസ്മിൻ അരണ്യേ ആ കാട്ടിൽ, മനുഷ്യനെ ഇല്ലാത്ത ആ കാട്ടിൽ, പിപ്പലോപസ്ഥയെ എന്ന് പറഞ്ഞാൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ, അശ്വമൂലത്തിൽ, ആശ്രിത ഉപവേശിച്ചിട്ട്, അതായത് അതിൻ്റെ ചുവട്ടിനെ ആശ്രയിച്ചിട്ട്, ആത്മനാ ബുദ്ധി കൊണ്ട്, ആത്മസ്ത്വം ഹൃദയത്തിലിരിക്കുന്ന, ആത്മാവിനെ, യഥാശ്രുതം ഗുരുമുഖത്തിൽ ആ സന്യാസിമാർ പറഞ്ഞു അനുസരിച്ചിട്ട്, ഗുരുമുഖത്തിൽ നിന്ന് കേട്ടതിനെ അനുസരിച്ചിട്ട്, അചിന്തയം ചിന്തിച്ചു. നാരദർ പറയുകയാണ്, ആ കൊടുങ്കാട്ടിലേക്ക് പോകുന്ന വഴിയും വടക്കോട്ട് തൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വടക്കോട്ട് യാത്രയായി എന്നും പറഞ്ഞു. വടക്കോട്ട് യാത്രയാകുമ്പോൾ വഴിയിൽ കണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 3-4 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിച്ചു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഒരു കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് വെള്ളം കുടിച്ച് കാൽമുഖമൊക്കെ ശുദ്ധി ചെയ്തിട്ട് അതിനുശേഷം അവിടെ കണ്ട ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ, മനുഷ്യവാസമേ ഇല്ലാത്ത, മനുഷ്യന്മാരില്ലാത്തായ ആ കാട്ടിൽ ഒരു അശ്വത്ഥത്തിൻ്റെ ചുവട്ടിൽ, ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ആശ്രയിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട്, ബുദ്ധി കൊണ്ട് ഹൃദയത്തിലിരിക്കുന്ന ആ ആത്മാവിനെ ഗുരുക്കന്മാർ, അതായത് ആ സന്യാസിമാർ ഉപദേശം കൊടുത്തിട്ടാണല്ലോ പോയിരുന്നത്, ആ സന്യാസിമാർ പറഞ്ഞു കൊടുത്തതനുസരിച്ചിട്ട് അതിനെ ചിന്തിച്ചു. അതായത് ധ്യാനത്തിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധി കൊണ്ട് ഹൃദയത്തിലിരിക്കുന്ന ആ ആത്മാവിനെ ചിന്തിച്ചുകൊണ്ട് ആ മനുഷ്യരെ ഇല്ലാത്ത ആ കൊടുങ്കാട്ടിൽ ഒരു ആൽച്ചുവട്ടിൽ നാരദർ എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള ഒരു കുട്ടിയാണിപ്പോൾ. അമ്മ മരിച്ചിട്ട് 5 വയസ്സുള്ള ആ കുട്ടി തൻ്റെ ആ യോഗീശ്വരന്മാർ പറഞ്ഞതനുസരിച്ച് വടക്കോട്ട് പോയി ഒരു കൊടുങ്കാട്ടിൽ എത്തിച്ചേർന്ന് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ധ്യാനിച്ചു എന്നതാണ് പറയുന്നത്.
ഞാൻ എന്ന് പറഞ്ഞാൽ ആ നാരദരുടെ പൂർവ്വജന്മത്തിലുള്ള 5 വയസ്സിലായിരിക്കുന്ന കുട്ടി. വ്യാസമഹർഷിയോട് തൻ്റെ പൂർവകഥ പറഞ്ഞു കൊടുക്കുകയാണ് നാരദർ. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്മിൻ നിർമനുജേരണ്യേ പിപ്പലോപസ്ഥ ആശ്രിത ആത്മനാത്മസ്ത്വം യഥാശ്രുതമചിന്തയം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.